ലാണത്തിനുള്ള വാർത്തയേക്കല നല്ല ചങ്കുറ്റുള്ള വാർത്ത. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമോ എന്നും അറിയില്ല. കിട്ടിയാലും തരക്കേടില്ല. അമ്മയും ഒരു സ്ത്രീയാണ്. ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്നൊരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് വെടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മറ തകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങിക്കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപകിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെയങ്ങ് കിട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകോളിൽ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. ചെറുനക്കുന്ന ചെന്നായ്ക്കൾ. അത്തരക്കാരെ വിട്ടേക്ക്. ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലതു മാത്രം പറഞ്ഞൊരാൾ, രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തി കണ്ട ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ളൊരു ബാഗ് ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത്, റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയലാണ്? ആദ്യമിട്ടൊരു വീഡിയോ എറിച്ചില്ല. പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കയറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടിക്കീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തൊലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺ ശവങ്ങൾ. ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പെർവേർട്ടുകൾ അടങ്ങരുത്. ഫോൺ തൂക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കയറ്റ്. അങ്ങോട്ട് കുത്തിക്കയറട്ടെ. ലൈക്കും ഷെയറും തീരട്ടെ. എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ നോലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഒരു ഒരു സങ്കട വാർത്തയുണ്ട്. നമ്മുടെ ശ്രീലക്ഷ്മി അറയ്ക്കൽ ശ്രീലക്ഷ്മി അറയ്ക്കൽ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ജാസിക്ക് പിന്നാലെ ശ്രീലക്ഷ്മി അറയ്ക്കലും എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ബസ്സിനകത്തുണ്ടായ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് താങ്കൾ കുറ്റക്കാരിയല്ലാത്ത ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തതിന് ഞാൻ നിങ്ങളെ വല്ലാതെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും കേസ് എന്താന്ന് പറഞ്ഞില്ല അല്ലേ? അതായത് ഒരു പബ്ലിക്കായി അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ട ഫോട്ടോകൾ ഞാൻ എടുത്തിട്ട് പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. പബ്ലിക്കായി ഇട്ട ഫോട്ടോ പിന്നെ ഞാൻ പബ്ലിക്കായിട്ടല്ലാതെ പിന്നെ സീക്രട്ടായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ? ശ്രീലക്ഷ്മി അറയ്ക്കലെ നമ്മുടെ മുമ്പിലേക്ക് ഇതാ തിന്നോ ബിരിയാണി തിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു പഴങ്കഞ്ഞിയെങ്കിലും കുടിക്കൂലേ? അങ്ങനെ വന്ന് എടുത്തു പോയതാ. ഈ നാട് മൊത്തം വെറുക്കുന്ന ഒരുത്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോളടി നീ. പാരട്ടെ. എന്നിട്ട് നീ ആർക്കെതിരായിട്ട് കേസ് കൊടുക്കുന്ന? എനിക്കോ? നീ കേസ് കുറേ കൊടുക്ക്, നല്ലോണം കൊടുക്ക് കേട്ടോ. എന്തായാലും കേസ് വന്നു. ഇനി നിന്നോട് 2 പറയാതെ പോയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. ശ്രീലക്ഷ്മി അറയ്ക്കലെ, നീ പറഞ്ഞവൾ ഇപ്പോൾ ഒളിവിലാണ്. അവൾ എവിടെ? നിന്റെ വീട്ടിലാണോ ഉള്ളത്? ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തിട് ഒന്ന് കാണട്ടെ. ആഹാ, നീ ഭയങ്കര കേസ് കൊടുപ്പ് വരിക. എന്നിട്ട് അവൾ പറയുന്നത് എന്താണെന്നറിയോ? ഇനി ആരെങ്കിലും പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ വീഡിയോയുടെ ലിങ്ക് അവൾക്ക് അയച്ചു കൊടുക്കണം പോലും. നമ്മുടെ കണങ്കാവൽ സിനിമയിലെ മമ്മൂട്ടിയില്ലേ, മമ്മൂട്ടിയുടെ ക്യാരക്ടർ നിന്റെ അപ്പൻ്റെ അതേ ക്യാരക്ടറാന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിന്റെ അപ്പനോടും ബഹുമാനവും ഇഷ്ടവും പ്രണയവും ഒക്കെ തോന്നിയത്. സത്യം. എന്ത് നല്ല അപ്പനല്ലേ നിന്റെ. നീ ഇങ്ങനെ വരൂ, ഈ കേസ് കൊടുക്കും അല്ലേ? പനപ്പുലയനാർ മണിയമ്മ പാട്ടിഷ്ടല്ലേ? പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തം പാട്ടിഷ്ടല്ലേ നിനക്ക്? ശ്രീലക്ഷ്മി, നീ ഇപ്പം എന്തായാലും ഒരു തവണ കേസ് കൊടുത്തല്ലോ, നീ ഇനി കേസ് കൊടുക്കണ്ട കേട്ടോ. ഈ ഇടയ്ക്കിടയ്ക്ക് കേസ് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരണ്ടേ? അത് എനിക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേസ് കൊടുക്കുമ്പോൾ നിനക്കും ഒരു ബുദ്ധിമുട്ട്. നമ്മളെ വിളിപ്പിക്കുമ്പോൾ അത് പോലീസുകാർക്കും ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് നീ ഒറ്റ തവണ കൊടുത്താൽ മതി, ഞാൻ ഓടി പരിപാടി. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ആ ഒളിവിലുള്ളവളില്ലേ അവളെ നീ ആദ്യം പുറത്തിറക്ക്. പിന്നെ കടങ്കാവൽ തന്ത അവിടെ ഉണ്ടോ? തന്ത വൈബ് ഉണ്ടോ? പിന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ, അവളുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്ത എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെതിരെയും അവൾ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോലീസുകാരുടെ ഒരു കാര്യം, ഇവളെ പിടിച്ചൊന്ന് അമർത്തി കുടഞ്ഞാൽ മതി, ഷിംജിതയുടെ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഇവര് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത പരിപാടിയത്. പാവം ആർക്ക് പോയി? ആ പാവം അച്ഛനും അമ്മയ്ക്കും.
അവൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും പോയി. ഇവിടെ പോലീസുകാർക്ക് ഉള്ള കേസ് തന്നെ തെളിയിക്കാൻ വേണ്ടി സമയമില്ല. അതിനിടയിലാണ് നിന്റെ അവിഞ്ഞ ഫോട്ടോ കേസ്. നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളൂ ആൾ വീഡിയോ ഉണ്ടാക്കുന്നത്. അതൊന്നും കേസില്ല. ഈ ശ്രീലക്ഷ്മി അറക്കലിന്റെ ഫോട്ടോ വെച്ചതിന് കേസ് പോലും, കേസ് അതും സൈബർ സെല്ലിൽ. ആർക്കെതിരെ? ഈ കേസ് കൊടുക്കാൻ പോയ കൊലടി